ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ ഒണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട വഴിയാണ്. നാളെ മാത്യു എന്ന പേരുള്ള അച്ഛൻ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. നാളെ ഞാൻ ധ്യാനിപ്പിക്കുന്ന ആളായിരിക്കാം, അല്ലാതിരിക്കാം. ഞാൻ നാളെ ശുശ്രൂഷയെ നിർത്തിയെന്ന് വരാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഞാൻ ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അനുഗ്രഹമാകാനുള്ള വഴിയാണ് കേൾക്കുന്ന ദൈവവചനം. അതൊരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഞാൻ നാളെ ഉണ്ടാകാം, ഞാൻ നാളെ ഇല്ലാതിരിക്കാം. എനിക്ക് വലിയ ശുശ്രൂഷകൻ നാളെ കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം. നാളെ ധ്യാനത്തിന് വിളിക്കുമ്പോൾ ഞാൻ ആയതുകൊണ്ട് 5 പേര് വന്നെന്നിരിക്കാം, ചില സ്ഥലത്ത് 500 പേര് വന്നെന്നിരിക്കാം. പണ്ട് കുറേ പേര് വരുമായിരുന്നു, ഇപ്പോൾ അയാൾ പ്രസംഗിക്കുമ്പോൾ ആരും വരുന്നില്ല. സാരയില്ല, നാളത് പ്രതീക്ഷിക്കണം. എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്നോ എപ്പോഴും വലിയ ആളായി നടക്കാമെന്നോ ഞാൻ ചിന്തിക്കരുത്. ഇത് ദൈവം ഏൽപ്പിച്ചൊരു നിയോഗമാണ്. അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാളെ അപ്പുറത്ത് ധ്യാനം നടക്കുമ്പോൾ 10,000 പേര് വരാൻ വേണ്ടിയുള്ള പ്രസംഗമല്ല ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ നാളെ എൻ്റെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ മുഴുവൻ എല്ലാവരും കേൾക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. അതൊന്നും പറയാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അത് പറഞ്ഞ് ഞാൻ പോകും. ദൈവത്തിൻ്റെ ശക്തി അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും.